ബുർജ് ഖലീഫയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു. പ്രത്യേകമായിരിക്കുന്ന UAE നിർദ്ദേശപ്രകാരമാണ് ഈ ഒഴിപ്പിക്കൽ നടന്നത് എന്ന് റിപ്പോർട്ടിൽ കാണുന്നു. പശ്ചിമേഷ്യ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ വീണ്ടും ആക്രമണം നടത്താൻ സാധ്യതയുണ്ട് എന്നതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ കാര്യങ്ങൾ പറയപ്പെട്ടത്. കാര്യം വളരെ എളുപ്പത്തിൽ ആക്രമിക്കാൻ പാകത്തിലുള്ളതാണ് ബുർജ് ഖലീഫ എന്ന് പറയുന്ന ബിൽഡിംഗ്. അതുകൊണ്ട് തന്നെ ഇതൊരു അപകട സൂചനമായിട്ടോ അതല്ലെങ്കിൽ അപകടം ഉണ്ടാവാതിരിക്കാനുള്ള മുൻകൂട്ടിയുള്ള തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ടോ കണ്ടാൽ മതി എന്നുള്ളതാണ് അതിൻ്റെ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് പറയുന്നത്. അബുദാബി കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്കയുടെ സൈനിക ബേസിനെ ആക്രമിച്ചു എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മിഡിൽ ഈസ്റ്റിൽ ഒമാൻ ഒഴികെയുള്ള എല്ലാ രാജ്യങ്ങൾക്ക് നേരെയും ആക്രമണം നടന്നിട്ടുണ്ട്. ജോർദാൻ്റെതും ഇറാഖിൻ്റെതും സ്ഥിരീകരിക്കപ്പെട്ടു. അപ്പോൾ സർവ്വ മേഖലയിലും ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഒരു മണിക്കൂറിൻ്റെ ഇടയിൽ ഏകദേശം 8ഓളം രാജ്യങ്ങൾ ആക്രമിച്ചിട്ടുണ്ട് എന്നാണ് സ്ഥിരീകരിക്കപ്പെട്ടത്. അതോടനുബന്ധിച്ച് ഓരോരോ രാജ്യങ്ങളും, അതായത് അറേബ്യൻ രാജ്യങ്ങളിൽ മർമ്മപ്രധാനമായിരിക്കുന്ന ഭാഗങ്ങളിലെല്ലാം സുരക്ഷാ സംവിധാനം വേണമെന്നുള്ള കാര്യങ്ങൾ എല്ലാവർക്കും നിർദ്ദേശമായിട്ട് നൽകിയിട്ടുണ്ട്. ശ്രദ്ധിക്കണമെന്നും സൈറൺ വഴങ്ങുന്ന സമയത്ത് സുരക്ഷാ മേഖലയിലേക്ക് പോകണമെന്നുള്ള നിലപാടുകളൊക്കെ അല്ലെങ്കിൽ അത്തരം റിപ്പോർട്ടുകളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ബുർജ് ഖലീഫ എന്ന് പറഞ്ഞാൽ 2010 ജനുവരിയിലാണ്, ജനുവരി 4-ാം തീയതിയാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടത്. ലോകത്തിൽ ഇന്ന് നിലനിൽക്കുന്നതിൽ ഏറ്റവും ഉയരമുള്ള ബിൽഡിങ്ങാണ് അത്. 163 നിലകളാണ് ഇവിടെ ഉള്ളത് എന്നാണ് സ്ഥിരീകരണം. 828 മീറ്റർ നീളം, അതായത് 163 നിലകൾ. ടെക്നിക്കൽ നിലകൾ ഉൾപ്പെടെ ഏകദേശം 200-ഓ 210-ഓ ഉണ്ട് എന്നാണ് അനുമാനം. 900-ത്തിലധികം അപ്പാർട്ട്മെൻറ്റുകൾ, അതായത് 1000-നോടനുബന്ധിച്ച് തന്നെ 12,000-ത്തിലധികം ഈ ആളുകൾ താമസിക്കുന്നു. 12,000 പേരെങ്കിലും കെട്ടിടത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തുന്നത്. $1.5 ബില്യൺ, അഥവാ ഇന്ത്യയുടെ 12,000 കോടി രൂപയുടെ നിർമ്മിതിയാണ് ഈ പറയപ്പെട്ട 2010 പണി കഴിപ്പിച്ചത്. ഇതാദ്യമായിട്ടാണ് ആ മേഖലയിൽ, ആ ബിൽഡിങ്ങിൽ നിന്ന് മൊത്തത്തിൽ ആളുകൾ ഇറങ്ങിപ്പോകണം എന്നുള്ളതും മാറി നിൽക്കണം എന്നുള്ളൊരു പ്രസ്താവന UAE ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായിട്ടുണ്ടായത്. ഒരു ഭീഷണിയുടെ ഭാഗമായിട്ട് ഒരിക്കലും ഈ പറയപ്പെട്ട ബുർജ് ഖലീഫ ബിൽഡിംഗ് മാറിയിട്ടില്ല. ഇപ്പോൾ ഇതാദ്യമായിട്ടാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്. ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന രാജ്യങ്ങളായിട്ടാണ് അറേബ്യൻ രാജ്യങ്ങളെ ഈ കാണുകയും മനസ്സിലാക്കുകയും ചെയ്തത്. കാര്യമെന്ന് പറഞ്ഞാൽ അമേരിക്കയുമായിട്ട് വലിയ രീതിയിലുള്ള സൗഹൃദ ബന്ധവും നയതന്ത്ര ബന്ധവും എല്ലാ കാലത്തും ഒരേ രീതിയിൽ തുടർന്നു പോരുന്ന രാജ്യങ്ങളാണ്. പക്ഷേ ഇറാനുമായിട്ട് എല്ലാ കാലത്തും ശത്രുക്കളായിട്ട് തന്നെയാണ് അമേരിക്ക നിലനിന്നത്. അത് 1979 ഇസ്ലാമിക വിപ്ലവത്തോടനുബന്ധിച്ച് അതിനുശേഷം പിന്നീട് ശത്രുതാ മനോഭാവത്തോടു കൂടിയാണ് സമീപങ്ങളൊക്കെ ഉണ്ടായത്. അതിനു മുൻപ് അവിടെ നടത്തിയിരുന്ന പഹ്ലവി ഭരണകൂടമാണ്. പഹ്ലവി ഭരണകൂടത്തെ തന്നെ അവിടെ പ്രതിഷ്ഠിച്ചത് അമേരിക്ക, ഈ ബ്രിട്ടന് സംയുക്തമായ രീതിയിലാണ്. അതിനു മുൻപ് ജനാധിപത്യ സംവിധാനമായിരുന്നു. ആ ജനാധിപത്യ സംവിധാനമുള്ള കാലത്ത് അമേരിക്കയുമായിട്ട് വലിയ രീതിയിൽ സഹകരണം നടത്തിയിട്ടില്ല. പെട്രോളിയവുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ അമേരിക്കയുടെ കമ്പനിക്കാരോട് ഇവിടുത്തെ സേവനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് സഹകരിപ്പിക്കാതിരിക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ ഇറാൻ്റെ അന്നത്തെ ഭരണകൂടം ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ അവിടെ പ്രശ്നങ്ങളും പ്രക്ഷോഭങ്ങളും വിഷയങ്ങളും ഉണ്ടാക്കിയതിന് ശേഷം ആ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് പഹ്ലവി എന്ന് പറയുന്ന രാജകുടുംബത്തിൻ്റെ പ്രതിനിധിയെ അവിടെ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തത്. 1979 വരെ അവിടെ ഭരണം നടത്തി. 79 ഇസ്ലാമിക വിപ്ലവം നടന്നു. ആയത്തുള്ള അലി ഖുമേനി ഭരണം അട്ടിമറിച്ചുകൊണ്ട് അവിടെ ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിച്ചു. അന്ന് മുതൽ അമേരിക്കയുടെ ശത്രുവായിട്ട് മാറുകയും ചെയ്തു. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അമേരിക്കയുടെ എംബസിയിൽ ഉണ്ടായിരുന്ന 51ഓളം ജീവനക്കാരെ ഈ അട്ടിമറിക്കപ്പെട്ട ഇസ്ലാമിക വിപ്ലവത്തോടനുബന്ധിച്ച് വന്ന പുതിയ ഭരണകൂടം അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള ഈ വ്യക്തികൾ, വിദ്യാർത്ഥികൾ എന്നും പറയുന്നുണ്ട്, തീവ്ര ചിന്താഗതിക്കാരായ വിദ്യാർത്ഥികൾ എന്നും പറയുന്നുണ്ട്, അവർ ബന്ദികളാക്കി മാറ്റുകയും ചെയ്തു. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ പിൽക്കാലത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് ചുരുക്കം. അപ്പോൾ ഇറാൻ്റെയും അമേരിക്കയുടെയും ഈ ശത്രുത എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെ തുടങ്ങിയല്ല, 5 പതിറ്റാണ്ടായി അതിങ്ങനെ തുടർന്നു വരികയാണ്. ഇപ്പോൾ തന്നെ ട്രംപ് അധികാരത്തിലേറിയ ശേഷം 2ാമത്തെ യുദ്ധമാണിത്. 1ാമത്തെ യുദ്ധം 2025 കഴിഞ്ഞ കൊല്ലം നടത്തി. ആ കൊല്ലം നടത്തിയത് ഇസ്രായേലാണ് യുദ്ധം നടത്തിയത്. പേരിന് പറയാമെങ്കിലും ആ പ്രവൃത്തി ചെയ്തത് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി അതിനോടനുബന്ധിച്ച് തന്നെ ഈ 2-3 കാര്യങ്ങൾ വളരെ കൃത്യതയോടുകൂടി ഇറാൻ പഠിച്ചിട്ടുണ്ട്. ഏകോപനത്തോടു കൂടി ഒരു സൈനിക സംവിധാനമായിരുന്നു ഉണ്ടായിരുന്നത്. അത് പോരാ, അത് വ്യത്യസ്ത മേഖലയിൽ വ്യത്യസ്ത രൂപത്തിൽ വ്യത്യസ്ത കോലത്തിലാക്കണം എന്ന്
മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ടു എന്നുള്ളതാണ്. അത് കടൽ ഏരിയ ഒരു ഭാഗം, ആകാശത്തിൻ്റെ മറ്റൊരു ഭാഗം, കടൽ മറ്റൊരു ഭാഗം, മിസൈൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓരോരോ ഭാഗം. ഇസ്രായേലിനാണ് ആക്രമിക്കുന്നത്, ഒരു ടീമായിരിക്കും. അറേബ്യൻ രാജ്യങ്ങളെ കേന്ദ്രീകരിച്ചുള്ള അമേരിക്കയുടെ സൈന്യ ബേസാണ് ആക്രമിക്കുന്നത്, മറ്റൊരു വിഭാഗമായിരിക്കും. ജോർദാനോ ഇറാഖോ ചേർന്ന് കണ്ടിട്ട് ആക്രമിക്കുന്നത്, അത് വേറൊരു വിഭാഗമായിരിക്കും. അങ്ങനെ വ്യത്യസ്ത തുറകളിലും വ്യത്യസ്ത മേഖലയുമായിട്ട് വിഭജിക്കപ്പെട്ടു. ആ വിഭജനത്തിൻ്റെ ഗുണമാണ് ഇപ്പോൾ കണ്ടത് എന്ന് ചുരുക്കം. ഇപ്പോൾ ഈ സൗദി അറേബ്യ, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളെല്ലാം ആക്രമിക്കപ്പെട്ടതാണ്. ഒമാൻ ഒഴികെ 5 രാജ്യങ്ങൾക്ക് നേരെയും ആക്രമണം നടന്നു, UAE അടക്കം. പിന്നെ അതിൻ്റെ പുറമെ ജോർദാനിൽ വന്നു, ഇറാഖിൽ വന്നു. നമുക്കറിയാവുന്നതാണ്. ഈ മേഖല എല്ലാം ആക്രമിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ നിസ്സാരമായിരിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല, ഗൗരവമുള്ള കാര്യം തന്നെയാണ്. ഇതെല്ലാം 1 മുതൽ 2 മണിക്കൂറിനിടയിലാണ് ഈ ആക്രമണം മൊത്തത്തിൽ നടന്നത്. ഇസ്രായേൽ നേരെയുള്ള ആക്രമണം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവരുടെ ഈ കടൽ മേഖലയിൽ നങ്കൂരമിട്ടിരിക്കുന്ന കപ്പലൊക്കെ 100-ലധികം നോട്ടിക്കൽ മൈൽ പിന്മാറിയിരിക്കുന്നു, ഉൾവലിഞ്ഞിരിക്കുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വന്നു. ഇതൊക്കെ ഞങ്ങൾ നിരീക്ഷണത്തിലാണ്. തീർച്ചയായിട്ടും ആ മേഖല കേന്ദ്രീകരിച്ച് ആക്രമിക്കും എന്നുള്ളത് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം, ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തുക എന്നുള്ള രീതി, അതായത് അമേരിക്കയുടെ ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന കേന്ദ്രങ്ങൾ തന്നെയാണ് ആക്രമിക്കപ്പെട്ടത്. അപ്പോൾ അതോടനുബന്ധിച്ച് മറ്റുള്ള രാജ്യങ്ങൾക്ക് വലിയ ആശങ്കയുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബുർജ് ഖലീഫയിൽ നിന്ന് ആളുകൾ ഒഴിയണം എന്നുള്ളത് UAE സർക്കാർ ഔദ്യോഗികമായ രീതിയിൽ പറഞ്ഞിരിക്കുന്നത്.